റഷ്യൻ യുക്രൈൻ വാറിന്റെ സമയത്ത് ഗോൾഡിന്റെ വില പിടിച്ചാൽ കിട്ടാത്ത നിലയിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ 3 മാസങ്ങളായി നടന്നു വന്നിരുന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ സമയത്ത് ഗോൾഡിന്റെ വില ഇടിയുന്നതല്ലാതെ വർദ്ധിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ശ്രദ്ധിച്ചിരുന്നോ? ഇപ്പോഴത്തെ ഫോറക്സ് മാർക്കറ്റിലെ മാറ്റങ്ങൾ ഗോൾഡിലും സിൽവറിലും വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. സാധാരണയായി അമേരിക്കൻ ഡോളർ ശക്തമാകുമ്പോൾ ഗോൾഡിന്റെയും സിൽവറിന്റെയും വില താഴാനാണ് സാധ്യതയുള്ളത്. കാരണം മെറ്റൽസ് ഡോളറിലാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ഡോളർ ദുർബലമാകുമ്പോൾ ഗോൾഡിന്റെയും സിൽവറിന്റെയും ഡിമാൻഡ് വർദ്ധിക്കുകയും വില ഉയരുകയും ചെയ്യുന്നു. നിലവിലെ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സും വാർ ഇഷ്യൂസും കാരണം ഇത് നേരെ വിപരീതമായിട്ടാണ് നടക്കുന്നത്. യുദ്ധത്തിന് ശേഷമുള്ള ന്യൂസ് ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവും. US ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന സമയത്ത് നിക്ഷേപകർ കൂടുതലും ഗോൾഡിലും സിൽവറിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ഇപ്പോഴുള്ള ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് കാരണം ഹോർമോസിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറാൻ ബ്ലോക്ക് ചെയ്തു. ഇത് മറ്റ് രാജ്യങ്ങളിലേക്കുള്ള ക്രൂഡ് ഓയിലിന്റെ ലഭ്യതക്കുറവിന് കാരണമായി. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഡോളറിൽ ഇരട്ടി വില നൽകി മാത്രം ക്രൂഡ് ഓയിൽ വാങ്ങേണ്ട അവസ്ഥയും വന്നു. ഇത് വീണ്ടും ക്രൂഡ് ഓയിലിന്റെ വിലവർദ്ധനവിന് കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ആഴ്ചകളിൽ പുറത്തിറങ്ങുന്ന പ്രധാന സാമ്പത്തിക വാർത്തകളും ഡോളറിന്റെ നീക്കങ്ങളും ശ്രദ്ധിക്കുക. അവ ഗോൾഡിന്റെയും സിൽവറിന്റെയും ക്രൂഡ് ഓയിലിന്റെയും അടുത്ത ട്രെൻഡ് നിർണ്ണയിക്കാൻ സഹായിക്കും. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഈ പേജ് ഫോളോ ചെയ്യുക.